ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. രാവിലത്തെ ഒരു ചെറിയ തിരക്കിലാണ് ഞാൻ വീഡിയോസ്, എന്നാലും അതിൻ്റെ തിരക്കിലാണെങ്കിൽ കുറച്ച് വീഡിയോസ് എടുത്തു. വലിയ ക്ലിയറൊന്നും ഉണ്ടാവില്ല, എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് വീഡിയോസ് എടുക്കാനും പറ്റില്ല. കാരണം രാവിലത്തെ തിരക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ ഈ ഫോൺ യൂസ് ചെയ്തിട്ട് അത്ര അങ്ങോട്ട് എല്ലാം കൂടിയിട്ട് എടുക്കാൻ പറ്റില്ല. എന്നാലും ചുരുങ്ങിയത് പരീക്ഷ ടൈമാണെന്ന് എല്ലാവരും പരീക്ഷൻ്റെ ടൈമാണ് രാവിലെ. അപ്പോൾ ഭക്ഷണം നേരത്തെ ആയാലേ കുട്ടികളുടെ കൂടെ എല്ലാത്തിനും നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പാണ്. കുറുമക്കറി, വെജിറ്റബിൾ കുറുമയും വെള്ളയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇങ്ങനെയൊക്കെ എനിക്കറിയാവുന്ന പോലെ കേട്ടോ. പ്രത്യേകിച്ച് വലിയ ആഡംബരങ്ങളൊന്നുമില്ല. ഇന്ന് വെച്ച പോലെ ആയിരിക്കില്ല നാളെ വയ്ക്കുക. ഓരോ ദിവസം ഓരോ രീതിയിലായിരിക്കും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുക. ചിലപ്പോൾ സിമ്പിളായിട്ട് വേഗം അങ്ങോട്ട് എല്ലാം കൂടിയിട്ട് കുക്കറിലിടും. ചിലപ്പോൾ അതിനനുസരിച്ച് തനിയായിട്ട് വെറൈറ്റി ആയിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കും. പക്ഷെ മിക്കവാറും ടേസ്റ്റുകളൊക്കെ ഏകദേശം ഒരേപോലെയാണ്. കാരണം നമ്മൾ വെച്ച് ശീലമായിട്ടാണോ എന്നറിയില്ല. എന്നാലും ഞാനിപ്പോൾ പട്ടയും ഗ്രാമ്പും ഇതൊക്കെ ഇട്ടു. ഇഞ്ചി പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ആദ്യമായിട്ട് വഴറ്റി മസാല ഐറ്റങ്ങളൊക്കെ ഇട്ടു. അതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ഇട്ടത്. ഇത്തിരി സവോള അരിഞ്ഞത് അതിലിട്ടിട്ട് വഴറ്റി. സാധാരണ ചില സമയത്ത് ഞാൻ പച്ചയ്ക്ക് ഇടല പതിവ്. എന്നിട്ട് അവസാനം ഞാൻ കടുകല്ല ഒന്ന് താളിച്ച് കൊട്ടാറ പതിവ്. ഇതിന്നിപ്പോൾ പച്ച സ്മെല്ല് വരണ്ടെന്നുള്ള ഇതിൽ, അതായത് മല്ലിപ്പൊടിയും മുളക് പൊടിയൊന്നും ഇടണില്ല. ചിക്കൻ മസാല അങ്ങനെ വെജിറ്റബിൾ കുറുമയല്ലേ, അപ്പോൾ മസാലക്കറി അല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ നമ്മൾ സ്മെല്ല് വരണ്ട. അത് മല്ലിക്ക് ഒരു സ്മെല്ല് വരാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് ഉള്ളി വഴറ്റിയിട്ട് അതിലേക്ക് ഇടണമെന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വേറെ 100 കൂട്ടം പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാലയാണ്. ഗരം മസാല കുറച്ചേ ഇടുള്ളൂ. ഏട്ടന് ഭയങ്കര താല്പര്യമില്ല. മല്ലിപ്പൊടി കുറച്ചിട്ടു. ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് അടുത്തത്. മഞ്ഞൾപ്പൊടി ഇട്ടത് ഒരു 1/2 സ്പൂണ്, വല്ലാതെ ഇടാറില്ല. ഇതിലിപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കുറവാണ്. ക്വാണ്ടിറ്റീൻ്റെ അളവിനനുസരിച്ചിട്ടാണ് നമ്മൾ എല്ലാ മസാലയും എല്ലാവരും ചേർത്താറ്. വല്ലാതെ ഞങ്ങൾ ചേർത്താറില്ല. ഏതും ഒരളവിൽ കൂടുതലായി പറഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് ഓവറായിട്ട് അത് ചോയ്ക്കാൻ തുടങ്ങും. ഇതിലിപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കടല ഇട്ടില്ല. കടല സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ കടല ഇട്ടില്ല. പക്ഷേ കുറേ ദിവസമായി വെജിറ്റബിൾ കുറുമ കഴിക്കണം എന്നൊരാഗ്രഹം തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് അത് വിചാരിച്ചു ഉണ്ടാക്കി. അത് 2-3 ദിവസമായിട്ട് വിചാരിക്കുന്നു കുറുമ ഉണ്ടാക്കണം എന്ന്. കോളിഫ്ലവർ ഇടുന്നുണ്ട്. കോളിഫ്ലവർ പക്ഷേ എനിക്ക് വെന്ത് വരുമ്പോൾ കോളിഫ്ലവർ ഒന്നും കിട്ടിയില്ല കേട്ടോ. അതാണ് ഉണ്ടായത്. അരിഞ്ഞതൊക്കെ വലിയ കഷ്ണമാണ്. അത് നമ്മൾ കോളിഫ്ലവർ അവസാനം ഒന്ന് വിസിലിട്ട ശേഷം അവസാനം ഒന്ന് തിളപ്പിക്കാനേ പാടുള്ളൂ. ഞാനത് ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. ഇത്തവണ അബദ്ധം പറ്റി. അത് എല്ലാം ഉടഞ്ഞു പോയി. ഇപ്പം ഇടുന്ന ഈ കോളിഫ്ലവർ ഇപ്പം മാത്രമേ കാണുള്ളൂ. കറിയായി വരുമ്പോൾ ഒട്ടും കാണില്ല. അതാണ് ഈ കറിയുടെ പ്രത്യേകത. ആവശ്യത്തിന് ഉപ്പ്, വെള്ളം എല്ലാം ചേർത്തിട്ട് ഒരു വിസിൽ ഞാൻ ഇടുന്നുണ്ട്. ഒറ്റ വിസിൽ, വല്ലാതെ ഞങ്ങൾ ഇടുന്നില്ല. കാരണം എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. പിന്നെ എല്ലാം വേവ് കുറവുള്ള കഷ്ണങ്ങളാണ്. ഒരൊറ്റ വിസിലേ ഇട്ടുള്ളൂ. അതിന് അരപ്പ് വേണ്ടിയിട്ട് ബാക്കി മസാലയൊക്കെ അതിലിട്ടു. ഞാൻ അരയ്ക്കുമ്പോൾ ഇട്ടില്ല. അരയ്ക്കുമ്പോൾ വെറും തേങ്ങ മാത്രം ചിരവിയിട്ട് അതിൻ്റെ ഇതൊഴിക്കുക ചെയ്ത്. വീഡിയോസൊക്കെ ആരെങ്കിലും കാണുന്നവർ ഫുള്ളായിട്ട് കാണുക, കമൻറ്റ് ഇടുക, ലൈക്ക് ഇടുക, പരമാവധി ഷെയർ ചെയ്യുക കേട്ടോ. വീഡിയോസ് ആരെങ്കിലും ഒന്ന് കാണുന്നവരൊന്ന് ഷെയർ ചെയ്യുക. പരമാവധി ഷെയർ ചെയ്താൽ മാത്രമാണ് വീഡിയോസിന് റീച്ച് ഉണ്ടാവുള്ളൂ. ആരും മറക്കാതെ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യണേ. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കി മോനെ കൊടുക്കാനായിരുന്നു. വെള്ളയപ്പവും ചായയും കുറുമയും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യുക കേട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും. ഓക്കെ, ബൈ.